ഹലോ മക്കളെ, അപ്പോൾ നിങ്ങളുടെ +2 ഓണം എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ 10 ദിവസത്തെ ഗ്യാപ്പ് ഒക്കെ എടുത്ത് ഓണം സെലിബ്രേറ്റ് ഒക്കെ ചെയ്ത് ഇനി ഒരു 1-2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് മുറിയിലോട്ട് വീണ്ടും പോകും. അവിടെ നിങ്ങൾക്ക് സംഭവിക്കാൻ വേണ്ടി പോകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ 10 ദിവസത്തെ ഗ്യാപ്പ് നിങ്ങളെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാകും. സോ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ ആ റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ടൈം ടേബിൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. സോ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ, അത് കഴിഞ്ഞ് വരുന്ന ക്രിസ്മസ് എക്സാം, ഇങ്ങനെ ഒരുപാട് എക്സാമുകളാണ് ഇനി നിങ്ങളെ കാത്തിരിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മുടെ ബാച്ചിൽ ഒരു പ്രത്യേക ബണ്ടിൽ ക്രിയേറ്റ് ചെയ്ത വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. ഓരോ വീഡിയോസിലൂടെ ഓരോ ടീച്ചേഴ്സ് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകും. മിസ് വന്നിട്ടുള്ളത് ആ ബണ്ടിലിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്കിപ്പോൾ +2 നിങ്ങൾ ആ ഒരു കോഴ്സ് അല്ലെങ്കിൽ ബാച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനോടൊപ്പം തന്നെ +1 ഇംപ്രൂവ്മെൻറ്റ് ബണ്ടിലൂടെ കിട്ടും. നിങ്ങൾക്ക് നല്ല ഒരു ബെനിഫിറ്റ് ആണ്. കാരണം ഈ വർഷത്തെ +2 ക്ലാസ്സുകളും കാണാം, എന്നാൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനുള്ള കഴിഞ്ഞ വർഷത്തെ +1 ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ഓൾറെഡി സെലക്ട് ചെയ്ത് വെക്കുക. ഏതൊക്കെ ടോപ്പിക്കുകളാണ് ബുദ്ധിമുട്ടുള്ളതെന്നുള്ളത് ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ ഇപ്പോൾ തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുക. കാരണം ലാസ്റ്റ് മിനിറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അവിടെ പോവാണ്. ഓൾറെഡി നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം കൃത്യമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത സബ്ജക്റ്റുകളായിരിക്കും. അവിടെ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്ന ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുത്തത് കുറച്ചുകൂടെ അടിപൊളി ആവാനായിട്ടായിരിക്കും. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അടിപൊളിയായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ലാസ്റ്റ് മിനിറ്റ് റഷ് ഒഴിവാക്കിയിട്ട് അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി സ്കൂളുകൾ വരുന്നത് ക്രിസ്മസ് എക്സാം ആണ്. ക്രിസ്മസ് എക്സാമിലേക്കുള്ള പോർഷനും കാര്യങ്ങളൊക്കെ ഓൾറെഡി ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാകും. നമ്മുടെ സിലബസിൻ്റെ ഏകദേശം 90% അവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് ക്രിസ്മസ് എക്സാമിന് പഠിക്കാൻ നിങ്ങൾക്ക് ഈ +2 ബാച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ക്രിസ്മസ് എക്സാമും ഇംപ്രൂവ്മെൻറ്റ് എക്സാമും ഒരു 1 ഗോയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ബാച്ചിലൂടെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.